ഹലോ ഗൈസ്, ഞാൻ ഹോസ്റ്റലിലാണ്. പാർട്ട് 8 നോക്കാം. ഫസ്റ്റ് എൻ്റെ ഒരു ചുക്കാപ്പി ഉണ്ടാക്കി, എനിക്ക് പനിയാണ്. പിന്നെ ബ്രോക്കോളി സാലഡ് ഉണ്ടാക്കി. എനിക്ക് ഈ സാലഡ് ഭയങ്കര ഇഷ്ടമാട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ. അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചാൽ എൻ്റെ ഇപ്പോൾ ഒരു ഫ്രൂട്ടും കഴിച്ചാൽ അത് കഴിഞ്ഞ് അടികപ്പിയാനെ കൂട്ടാൻ വേണ്ടി സിനിമ ഇട്ടു. ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു 2.5 year കഴിഞ്ഞാണ് ഞാൻ ഈ പടം കാണുന്നത്. ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആയിട്ട് തോന്നി, കുറേ ചിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സപ്പോട്ട ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചു, ജസ്റ്റ് സ്നാക്കായിട്ട് അത് കഴിച്ചു. അത് കഴിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാൻ തോന്നിയത്. ഈ കട്ട് ചെയ്യുന്നില്ലേ, അതൊരു സ്കില്ലായിട്ട് ഞാൻ പഠിച്ചതന്നെ കേട്ടോ. ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഞാനൊരു പ്ലസ് വൺ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയി ചെന്നൈക്ക്. ആ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുറേ മാംഗോസ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ എന്നോട് അത് കട്ട് ചെയ്യാൻ പറഞ്ഞു. എനിക്കത് കട്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ഞെക്കി പൊളിച്ചിരുന്നത്. അപ്പോഴേക്കും വീട്ടിൽ കുറച്ച് വഴക്ക് കേട്ടോ. അങ്ങനെയാണ് ഞാനൊരു ആ ഒരു പേഴ്സണൽ ഗുഡ്സായിട്ട് എടുത്താണ് അത് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ലൈം ടീ ഇട്ടു. ലൈം ടീയും ഇതും കഴിച്ചു, സ്നാക്സും കഴിച്ചു. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 5:30 ആയപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ ചോറ് കഴിച്ചു. ചോറ് ഞാൻ ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നതാണ്. ഞാൻ മീൽ പപ്പ് ചെയ്ത് വെക്കാറാണ് സാധാരണ. അങ്ങനെ അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു, ജസ്റ്റ് ചൂടാക്കി. ഇത് കോളിഫ്ലവറും ക്യാരറ്റ് സലാഡാട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഫിഷ് അച്ചാർ ഉണ്ടായിരുന്നു, ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ പുളിശ്ശേരി അതും ചൂടാക്കി എടുത്തതാണ്, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. അതും വെച്ചു, പിന്നെ ഇഞ്ചിപ്പുളിയും വെച്ചു. എന്നിട്ട് ഞാൻ മരുന്ന് കഴിച്ച് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടോ. ശരി, എന്നാൽ